ഹേമ കമ്മിറ്റി മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. കോട്ടയം പൊൻകുന്നം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് SITക്ക് കൈമാറി. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് മാനേജർക്കെതിരെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ്. അപമര്യാദയായി പെരുമാറിയെന്ന് കാണിച്ച് കൊരട്ടി സ്വദേശി സജീവിനെതിരെയാണ് FIR ഇട്ടിരിക്കുന്നത്. ഏതായാലും മേക്കപ്പ് മാനേജർക്കെതിരെയാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കേസ് നൽകിയിരിക്കുന്നത്. അത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആദ്യ കേസായി മാറുന്നു എന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇങ്ങനെ ഹേമ കമ്മിറ്റിയിൽ നമുക്കറിയാം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളായി തിരിഞ്ഞ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു കേസ് ആദ്യമായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം മറ്റ് ചില പരാതികളിന്മേൽ പോലീസ് സംഘം അന്വേഷണം നടത്തുന്നുണ്ട്, നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും മറ്റും. ഇവിടെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആദ്യ കേസ് എന്ന് തന്നെയാണ് ഈ കേസ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പൊൻകുന്നം പോലീസിൽ കേസ് നൽകിയിരിക്കുന്നത്. അവിടെ അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഹേമ കമ്മിറ്റിയിൽ നൽകിയ മൊഴി ഹേമ കമ്മീഷൻ നൽകിയത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് ശ്രീത്ത് വിടുന്നുണ്ട്. ശ്രീത്ത്, ഈ ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴികൾ പരിശോധിക്കുന്നുണ്ട് പ്രത്യേക സംഘം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൽ ഗൗരവമുള്ള കേസുകളാകും പരിഗണിക്കുകയും കേസെടുക്കുകയും വീണ്ടും മൊഴി എടുക്കുകയും ചെയ്യുക. ഈ കേസിൽ ഹേമ കമ്മിറ്റിയുടെ മൊഴി പ്രകാരം മാത്രമാണോ അതോ ഈ പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കണ്ട് പ്രത്യേക മൊഴി എടുത്തിരുന്നോ അന്വേഷണ സംഘം? ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പരാതി വന്നിട്ടുണ്ട് രഞ്ജിത്ത്. അങ്ങനെയാണ് ഈ പൊൻകുന്നം സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. 2013, 2014 കാലയളവിൽ അവിടെ ഒരു ഹോട്ടൽ വെച്ച് ഇങ്ങനെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നാണ് പരാതി. ഈ പരാതി വന്നതോടെയാണ് കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചത്. സ്വാഭാവികമായിട്ടും പൊൻകുന്നം പോലീസ് ലൈംഗിക അതിക്രമത്തിന് IPC വകുപ്പാണ്. അന്ന് ക്രൈം നടക്കുന്ന സമയം IPC ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതുകൊണ്ട് IPC പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് തുടർ നടപടികൾ SIT ആയിരിക്കും സ്വീകരിക്കുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച് ഒരു ഈ കൊരട്ടി സ്വദേശിയായ ഒരു കൺട്രോളർക്കെതിരെയാണ് ഈ ഒരു പരാതി വന്നിരിക്കുന്നത് എന്നും നമുക്ക് വിവരം ലഭ്യമാകുന്നുണ്ട്. അതായത് IPC 354 പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് അതായത് മേക്കപ്പ് മാനേജറാണ്. മേക്കപ്പ് മാനേജർക്ക് നൽകിയ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. സജീവ്, കൊരട്ടി സ്വദേശി സജീവാണ് ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രതിസ്ഥാനത്തേക്ക് ഫലത്തിലെത്തുന്നത്. എന്തായാലും തുടർ നടപടികൾ ഇനി SIT ആയിരിക്കും സ്വീകരിക്കുക. ഇത് പൊൻകുന്നം പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറും. തുടർന്ന് ഇതിന്റെ മറ്റു നടപടികളിലേക്ക് കടക്കും. അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, കൈമാറി കഴിഞ്ഞു. അതായത് പൊൻകുന്നം പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. 5 ദിവസം മുൻപാണ് 23-ാം തീയതിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഉടൻ തന്നെ ഇത് പോലീസിന് SITക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഒന്നുള്ളത്, ഇപ്പോൾ പല കേസുകളും ഇപ്പോൾ സിദ്ദിഖ്, മുകേഷ് അടക്കമുള്ള പലർക്കുമെതിരെ പരാതി വരികയൊക്കെ ചെയ്തെങ്കിലും അവരാരും തന്നെ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയവരല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഭ്യമാകുന്ന വിവരമനുസരിച്ച്, പോലീസിൽ നിന്നടക്കം ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ ഒരാൾ ആദ്യമായാണ് ഇങ്ങനെ ഒരു പരാതിയുമായി രംഗത്തെത്തുന്നത്. അങ്ങനെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം നടക്കുന്നത്. ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. മറ്റൊരു